നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇനി രാമായണ പാരായണത്തിന്റെ നാളുകൾ. ഇന്ന് കർക്കിടകം 1. തോരാതെ മഴ പെയ്തിരുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കിടകവും കള്ളക്കർക്കിടകവുമാണ്. തിരിമുറിയാതെ പെയ്യുന്ന മഴയിൽ കൃഷിനാശവും തൊഴിലില്ലായ്മയും രൂക്ഷമായിരുന്ന കർക്കിടകം. ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനായി ഭക്തിയിൽ അഭയം തേടുന്നവർ. സന്ധ്യാനേരങ്ങളിൽ എങ്ങും ഉയർന്നു കേൾക്കുന്ന രാമായണ ശീലുകൾ. കർക്കിടക മാസ ആരംഭത്തിന് മുമ്പ് തന്നെ വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കും. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലാണ് ഒരു മാസം രാമായണ പാരായണം. രാമായണം വായിച്ചു തീരുമ്പോൾ കത്തിച്ചാമ്പലാകേണ്ടത് ലങ്കയല്ല, മനസ്സിലെ വിദ്വേഷങ്ങളാണെന്നാണ് വിശ്വാസം. പൂർവികരെയും മൺമറഞ്ഞ പിതൃക്കളെയും ഓർമ്മിക്കാനായി കർക്കിടക വാവിന് പിതൃക്കൾക്ക് ബലിതർപ്പണവും നടത്തും. ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് ഈ കർക്കിടകം. ഈ മാസം തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ഏറെ പ്രശസ്തമാണ്. PC ജോർജിനെതിരെ കേസെടുത്ത് പോലീസ്. അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ BJP നേതാവ് PC ജോർജിനെതിരെ കേസെടുത്തു. തൊടുപുഴ പോലീസാണ് കേസെടുത്തത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് പ്രസംഗം എന്ന് FIR റിപ്പോർട്ടുണ്ട്. മുസ്ലിം സമുദായത്തിനെതിരെയും മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അടക്കം അപമാനിക്കുന്ന തരത്തിലും വിദ്വേഷ പരാമർശം നടത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. മുസ്ലിങ്ങളല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരുത്തനും ഇവിടെ താമസിക്കേണ്ട തുടങ്ങി വർഗീയ വിഷം നിറഞ്ഞ വാക്കുകളാണ് PC ജോർജ് ഉന്നയിച്ചത്. ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചു മുക്കിയ കപ്പലിൽ കായംകുളം സ്വദേശിയും സഹായം തേടി കുടുംബം. ചെങ്കടലിൽ യമനിലെ ഹൂതി വിമതർ ഈ മാസം 10-ന് ആക്രമിച്ചു മുക്കിയ ചരക്ക് കപ്പലിൽ കാണാതായ ജീവനക്കാരിൽ മലയാളിയും. കായംകുളം പത്തിയൂർ സ്വദേശി ശ്രീജാലയത്തിൽ അനിൽകുമാറിനെയാണ് കാണാതായത്. ഈ മാസം 6-ന് അനിലുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും ചെങ്കടലിലേക്ക് പോവുകയാണെന്ന് അന്ന് പറഞ്ഞിരുന്നുവെന്നുമാണ് കുടുംബം പറയുന്നത്. ഭർത്താവിനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച ഭാര്യ ശ്രീജ കേന്ദ്ര സർക്കാരിനെയും KC വേണുഗോപാൽ MPയെയും സമീപിച്ചു. ഇസ്രയേലിലെ ഈലോട്ട് തുറമുഖത്ത് പുറപ്പെട്ട ലൈബീരിയൻ പതാക വഹിച്ച ETNT-C എന്ന കപ്പലാണ് ഹൂതികൾ പിടിച്ചെടുത്ത് മുക്കിയത്. ഫിലിപ്പൈൻസ്, ഗ്രീസ് സ്വദേശികളായ ജീവനക്കാർ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഒരു മലയാളി ഉൾപ്പെടെ 6 പേരെ യൂറോപ്യൻ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു. 12 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. നിപ്പ മേഖലയിൽ വവ്വാലുകളുടെ ശല്യം അതിരൂക്ഷമെന്ന് പരാതി. സാമ്പിളുകൾ പരിശോധനയ്ക്ക്. തച്ചനാട്ടുകര കിഴക്കുംപുറത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്ത മേഖലയിൽ വവ്വാലുകളുടെ ശല്യം അതിരൂക്ഷമാണ്. നിപ്പ പടർന്നു പിടിച്ചിട്ടും വവ്വാലുകളെ മാറ്റാൻ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. വവ്വാലുകളുടെയും വളർത്തുമൃഗങ്ങളുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. തച്ചനാട്ടുകരയിൽ നിപ്പ സ്ഥിരീകരിച്ച 38-കാരിക്കും ചങ്ങലേരി സ്വദേശിയായ 57-കാരനും മകനും എവിടെ നിന്നാണ് രോഗം വന്നത് എന്നതിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ വീടിന് സമീപത്തായി ആയിരക്കണക്കിന് വവ്വാലുകളാണുള്ളത്. വവ്വാലുകളുടെ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. വിമാന ദുരന്തം. ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫ് ചെയ്തത് ക്യാപ്റ്റൻ. സംശയനിഴലിലാക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യ ഡ്രീംലൈനർ വിമാനം എങ്ങനെ തകർന്നു വീണു എന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെ സീനിയർ പൈലറ്റിനെ സംശയനിഴലിലാക്കി അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട്. വിമാനത്തിന്റെ ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫ് ചെയ്ത സീനിയർ പൈലറ്റായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആണെന്ന് സംശയിക്കുന്നതായാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളോട് പ്രതികരിച്ചിട്ടില്ല.